അല്ല, എന്താ പറയാനുള്ളത്? ശ്രീയുടെയും ഹരീഷിന്റെയും കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവണം. തീരുമാനം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഒരു ബന്ധം, അതിലൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോ പണ്ട് തറവാട്ടിൽ ആനയുണ്ടായിരുന്നു, കുടുംബത്തിൽ കളക്ടർ ഉണ്ടായിരുന്നു, മന്ത്രിയുടെ PA ആണ് എന്നൊക്കെ പറഞ്ഞാൽ തീരില്ല. പണം, പണമാണ് സ്റ്റാറ്റസ് നിശ്ചയിക്കുന്നത്. ഞാൻ പറയുന്ന പണം, അത് തന്നാൽ മറ്റു ചോദ്യങ്ങളൊന്നുമില്ല. ഞാൻ ചോദിച്ച പണം ഉണ്ടോ തരാൻ? ഞങ്ങൾക്ക് ആവുന്ന മട്ടിലൊക്കെ തരാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ അത് പിന്നീട് കല്യാണത്തിന് ശേഷം തമ്മിൽ തീർത്തോളാം. ഇല്ല, കടം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. രൊക്കം പണം, ചിട്ടിക്കായാലും കുട്ടിക്കായാലും അതിൽ വിട്ടുവീഴ്ചയില്ല. എന്റെ മകൻ സ്ത്രീധനമായി ചോദിക്കുന്ന പണം ഈ സമൂഹത്തിൽ എന്റെ വിലയാണ്, അല്ലെങ്കിൽ എന്റെ സമ്പാദ്യത്തിന്റെ നിലയാണ്. എന്റെ മകന് സ്ത്രീധനമായി കിട്ടുന്ന ലക്ഷങ്ങള് എന്റെ അവന്റെ സ്റ്റാറ്റസ് ആണ്. അതിലൊരു കുറവും വന്നൂടാ. രുക്മിണിയമ്മയ്ക്ക് ഒരു മകൻ മാത്രമല്ല, മകളും കൂടെ ഉണ്ടല്ലോ. ഇങ്ങനൊരു സാഹചര്യം അവൾക്കാണ് വന്നതെങ്കില് ഞങ്ങൾ ഈ അനുഭവിക്കുന്ന മനോവിഷമം രുക്മിണിയമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു. മകനെയും മകളെയും ഞാൻ ഒരുപോലെയാ കണ്ടിട്ടുള്ളത്. അതിലൊരു ഏറ്റക്കുറിച്ചിലും ഇല്ല. മകന് ഇത്ര സ്ത്രീധനം വേണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളുടെ കാര്യം വരുമ്പോ അത്രയോ അതിൽ കൂടുതലോ ഞാൻ കൊടുക്കും. എന്നുവെച്ചാ ആൺകുട്ടിയും പെൺകുട്ടിയും ഞാൻ കാണുന്നത് ഒരേ തരത്തിലാണെന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ? രുക്മിണിയമ്മയുടെ വീട്ടിലെ സൗകര്യങ്ങൾ കണ്ടിട്ടല്ല ഞങ്ങൾ ഇത്ര താണപേക്ഷിക്കുന്നത്. നിങ്ങളുടെ മോനും ഞങ്ങളുടെ മോളും തമ്മിൽ ഇഷ്ടമായതുകൊണ്ടാ. ആ ഇഷ്ടത്തെ മാനിച്ചെങ്കിലും നിങ്ങൾ അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഇഷ്ടം, എന്റെ മകന്റെ ഒരിഷ്ടവും എന്റെ ഇഷ്ടത്തിന് മുകളിലല്ല. ഏതിഷ്ടം നടക്കണം, ഏതിഷ്ടം മുടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ തീരുമാനം ഈ വീട്ടിൽ നടപ്പാവൂ. ഞങ്ങള് പറയുന്നത് ഞങ്ങളുടെ കുട്ടിയുടെ കാര്യമാണ്. മനസ്സറിഞ്ഞ ഒരാളെ സ്നേഹിക്കുന്നതിന്റെ പേരില് അവള് ദുഃഖിക്കരുന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവള് ദുഃഖിക്കാതിരിക്കാൻ നിങ്ങൾ ഒന്ന് ചെയ്താ മതി. ഞാൻ ആവശ്യപ്പെട്ട പണം നിങ്ങൾ ഉണ്ടാക്കണം. അതുണ്ടായാൽ പിന്നെ ഈ പറഞ്ഞ ദുഃഖത്തിന് ഇടയുണ്ടാവില്ലല്ലോ. കഴിയുന്നത്ര പണം ഞങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്ര പണം ഉണ്ടാക്കാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ല. അതറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് വേണ്ടത് 50 ലക്ഷം രൂപയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കയ്യിലും കഴുത്തിലും എന്താണോ ഇടാൻ ആഗ്രഹിക്കുന്നത് അതിടാം. ഇതിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കണ്ട. നടക്കില്ല.